ഇന്ധന സ്റ്റോക്കില്ലാതെ പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾക്ക് ഇന്ധന സ്റ്റോക്ക് നൽകുന്നതിൽ എണ്ണ കമ്പനികൾ ഏർപ്പെടുത്തിയ അപ്രഖ്യാപിത നിയന്ത്രണമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. 2 ദിവസം കഷ്ടിച്ച് തള്ളി നീക്കാനുള്ള ഇന്ധനം മാത്രമാണ് എണ്ണ കമ്പനികൾ നിലവിൽ പമ്പുകൾക്ക് നൽകുന്നത്. പമ്പിൽ ഒരു ദിവസം നടക്കുന്ന ശരാശരി വിൽപ്പന കണക്കാക്കി 12 മുതൽ 15 ലക്ഷം രൂപ വരെയുള്ള സ്റ്റോക്കാണ് നിലവിൽ അനുവദിക്കുന്നത് എന്നാണ് വിവരം. അളന്നുമുറിച്ചുള്ള ഈ വിതരണം കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് പെട്രോൾ പമ്പുകൾ. വേനൽ അവധി കാരണം സംസ്ഥാനത്ത് ഇന്ധന ഉപഭോഗം 10 മുതൽ 13% വരെ കൂടിയിട്ടുണ്ടെന്നാണ് കണക്ക്. ഇതിനിടയിലാണ് സ്റ്റോക്ക് ഔട്ട് ഭീതിയുമായി പമ്പുകളുടെ പ്രവർത്തനം. പമ്പിലേക്കുള്ള ഇന്ധന ടാങ്കർ എത്താൻ മണിക്കൂറുകൾ വൈകിയാൽ പോലും പ്രവർത്തനം അവതാളത്തിലാകുമെന്നാണ് നിലവിലെ സ്ഥിതി. ഓരോ പെട്രോൾ പമ്പിലും ശരാശരി എത്ര ലിറ്റർ ഇന്ധനം വിറ്റുപോകുന്നുണ്ടെന്നും മിച്ചമുള്ള അളവ് എത്രയാണെന്നുമുള്ള കണക്കുകൾ ഓട്ടോമേഷൻ സംവിധാനം വഴി ബന്ധപ്പെട്ട സെയിൽസ് ഓഫീസർക്ക് അറിയാൻ കഴിയും. ഇതനുസരിച്ചാണ് സെയിൽസ് ഓഫീസർമാർ വഴി കമ്പനികൾ പമ്പിലേക്ക് ലോഡ് അനുവദിക്കുന്നത്. പെട്രോൾ പമ്പിലെ സംഭരണ ടാങ്കുകളിൽ ഏറ്റവും അടിയിലായുള്ള 1500 മുതൽ 2000 ലിറ്റർ വരെയുള്ള ഇന്ധനം വിൽപ്പന ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ഡെഡ് സ്റ്റോക്കാണ്. ടാങ്ക് ഡ്രൈ ഔട്ട് ആകാതെ സൂക്ഷിക്കാനുള്ള ഇന്ധനമാണിത്. എന്നാൽ നിലവിലെ സ്റ്റോക്ക് പരിമിതി കാരണം മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ പമ്പുകളിൽ ഇന്ധനം ഡ്രൈ ഔട്ട് ആകുന്ന സാഹചര്യമാണുള്ളതെന്ന് കേരള സ്റ്റേറ്റ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.